വിദേശത്ത് കുടുങ്ങിപ്പോയ മലയാളി യുവാവ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തും. കോട്ടയം സ്വദേശി ജയകുമാറാണ് ലൈബീരിയയിൽ തൊഴിൽ തട്ടിപ്പിനിരയായി അവിടെ അകപ്പെട്ടത്. സുരേഷ് ഗോപി സ്വന്തം ചെലവിൽ പണം മുടക്കിയാണ് ജയകുമാറിനെ ശനിയാഴ്ച നാട്ടിൽ എത്തിക്കുക. ജയകുമാർ വിദേശത്ത് കുടുങ്ങിയ സംഭവം ജനം TV പുറം ലോകത്തെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് സുരേഷ് ഗോപിയുടെ കാരുണ്യഹസ്തം നീണ്ടത്. ജനം ഇംപാക്ട് ജയകുമാറിന്റെ കോട്ടയത്തെ വീട്ടിൽ നിന്ന് മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, വലിയ ആശ്വാസത്തിന്റെ വാർത്ത തന്നെയാണ്. കാരണം ഒരു തൊഴിൽ തട്ടിപ്പിന് ഇരയാകുന്നു, ഒപ്പം അവിടെ നിന്ന് മടങ്ങി വരാൻ അതെ, മഴ ഒരിടത്ത് സുരക്ഷിതനായി നിൽക്കുന്നു എന്ന ഒരു സന്തോഷം, മറ്റൊന്ന് ഒരാളെ രക്ഷപ്പെടുത്തിയ വാർത്ത നൽകുന്നു എന്ന സന്തോഷം. കൃഷ്ണരാജ്, അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വലിയ ആശ്വാസത്തിൻ്റെ സന്തോഷത്തിൻ്റെ നിമിഷമാണ്, വാർത്തയാണ്. കഴിഞ്ഞ 6 മാസമായി ലൈബീരിയയിൽ കുടുങ്ങിക്കിടന്ന കോട്ടയം സ്വദേശിയായ ജയകുമാർ തിരിച്ച് നാട്ടിലെത്തുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം പലയിടത്തും പല പ്രതിസന്ധി ഘട്ടങ്ങളിലും സാധാരണക്കാരുടെ ജീവിതങ്ങളിൽ കൈത്താങ്ങായി എത്തുന്നത്, കരുതലായി എത്തുന്നത് നമ്മൾ നേരത്തെയും കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ളൊരു സംഭവം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരു യഥാർത്ഥ ജനസേവകനായി അദ്ദേഹം മാറുകയാണ്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെടുകയാണ്. സ്വന്തം ചിലവിൽ അദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ലൈബീരിയയിൽ കുടുങ്ങിക്കിടന്ന ജയകുമാറിനെ തിരികെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. 10 ദിവസം മുൻപാണ് നമ്മളിവിടെ എത്തി ഈ വാർത്ത നൽകിയത്. അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉടൻ തന്നെ ജയകുമാറിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് വേണ്ട നടപടികൾ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. 6 മാസമായി ജയകുമാർ ലൈബീരിയയിൽ ഭക്ഷണം കിട്ടാതെ, പ്രാഥമിക സൗകര്യങ്ങളില്ലാതെ രോഗബാധിതനായി വലയുകയായിരുന്നു. അവിടെ ലൈബീരിയയിൽ ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും, അദ്ദേഹത്തിന് വേണ്ട ക്രമീകരണങ്ങൾ, സൗകര്യങ്ങൾ എല്ലാം സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ അവിടെ ചെയ്തു നൽകി. അതിനുശേഷമാണ് അദ്ദേഹം സ്വന്തം ചിലവിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ലൈബീരിയയിൽ നിന്ന് ജയകുമാറിനെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. ശനിയാഴ്ച അദ്ദേഹം മടങ്ങി വീട്ടിലേക്ക് എത്തുകയാണ്. നമ്മൾ 10 ദിവസം മുൻപ് ഇവിടെ വീട്ടിലെത്തുമ്പോൾ എന്താകും അവസ്ഥ, അല്ലെങ്കിൽ എങ്ങനെ അദ്ദേഹത്തെ തിരികെ എത്തിക്കും എന്നുള്ള ഒരു വിഷമഘട്ടത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ദീപ ജയകുമാർ സന്തോഷത്തിലാണ്, ആശ്വാസത്തിലാണ്. നമുക്കും സന്തോഷമുണ്ട്, വലിയ ആശ്വാസമുണ്ട്. സുരേഷ് ഗോപിയുടെ, കേന്ദ്രമന്ത്രിയുടെ അദ്ദേഹം യഥാർത്ഥ നായകനായി പലയിടത്തും പ്രത്യക്ഷപ്പെടുന്നത്, പല പ്രതിസന്ധി ഘട്ടങ്ങളിലും അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളുണ്ടാകുന്നത്, ജനനായകനായി, ജനസേവകനായി മാറുന്ന കാഴ്ച ഇവിടെയും ആശ്വാസമാവുകയാണ് എന്നുള്ളതാണ്. എന്താണ് പറയാനുള്ളത്? അന്നൊരു വിഷമഘട്ടമായിരുന്നു അന്ന് വന്നപ്പോൾ, ഇപ്പോൾ ഒരു സന്തോഷമാണ്. ഭയങ്കര വിഷമഘട്ടമായിരുന്നു. ഞങ്ങൾക്ക് തിരിച്ച് ജീവിതം കിട്ടുമോയെന്ന് തന്നെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. MLA MP ഇടയ്ക്കെടുത്ത് കാല് പിടിച്ച് നോക്കി, പക്ഷേ ആരും സഹായമായിട്ട് വന്നില്ല. അപ്പം ജീവിതം തീർന്നു എന്ന് വിചാരിച്ചതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് സാറിൻ്റെ മുഖം മനസ്സിൽ വന്നു. സാറിന് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ തന്നെ സാറ് വിളിച്ച് തിരക്കി, എന്താണ് കാര്യമെന്ന് തിരക്കി. അന്നേരം തന്നെ അതിനുള്ള നടപടികൾ സാറ് മുന്നോട്ട് പോവുമായിരുന്നു. നടപടിയായിട്ട് 10 ദിവസത്തിനകം തന്നെ പാസ്പോർട്ടും കയ്യിൽ തന്നു. സാറ് സ്വന്തമായിട്ട് തന്നെ പൈസ എടുത്ത് ടിക്കറ്റും എടുത്തു തന്നു. ഇപ്പോൾ ശനിയാഴ്ച രാവിലെ എത്തുകയാണ്. സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്ന് പോലും അറിയില്ല. അത്രയും സന്തോഷമുണ്ട്. അതിനൊരു മനസ്സ് സാറിന് തോന്നി. പിന്നെ അതുപോലെ സാറിൻ്റെ തൃശ്ശൂർ ഓഫീസിലുള്ള രാജേഷ് നായർ സാറ്, അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ആണ് എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു. വിഷമിക്കരുത്, ഞങ്ങൾ കൂടെയുണ്ട്, നാട്ടിലെത്തിച്ചിരിക്കും എന്നൊരു ഉറപ്പ് തന്നിരുന്നു. സാർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ആശ്വാസവാക്കുകൾ പറയുമായിരുന്നു. അതുതന്നെ ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ആശ്വാസമായിരുന്നു. തൃശ്ശൂർ ഓഫീസിലെ രാജേഷ് നായർ സാറിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്കും, അതുപോലെ ലൈബീരിയയിലെ വേൾഡ് മലയാളി ഫെഡറേഷൻ ബോർഡ് ഓഫ് ഡയറക്ടർ ഹരീഷ് നായർ സാറിനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിച്ചവർക്കും, ലൈബീരിയ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ഷാജി തോമസ് സാറ്, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അംഗങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് സുരേഷ് ഗോപി സാറിന് എത്ര നന്ദി പറഞ്ഞാലും സാറിനോട് മതിയാവില്ല. അത്രയ്ക്ക് നന്ദിയുണ്ട് സാറിനോട്. കടപ്പാട്, ഞങ്ങളുടെ ജീവിതം തന്നെ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു സാറിനോട്. ജനുവരിയിലാണ് ജയകുമാർ ലൈബീരിയയിലേക്ക് പോകുന്നത്. ഒരു മൈനിങ് സംബന്ധമായിട്ടുള്ള കമ്പനിയിൽ ജോലി കിട്ടി പോവുകയായിരുന്നു. നേരത്തെ ലൈബീരിയയിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് പുതിയ കമ്പനിയിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് ഈ കമ്പനിക്ക് പുതിയതായി ജോലിയിൽ പ്രവേശിച്ച കമ്പനിക്ക് ലൈസൻസ് ഉൾപ്പെടെ ഇല്ല, തട്ടിപ്പിനിരയാകുകയായിരുന്നു എന്ന് മനസ്സിലാക്കുകയായിരുന്നു. പിന്നീട് അവിടുത്തെ ഈ കമ്പനിയുടെ ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ത്യയിലേക്ക് പോന്നു. ജയകുമാർ മാത്രം അവിടെ കുടുങ്ങിപ്പോയി. ഇതിനിടയിൽ നേരത്തെ ജോലി ചെയ്തിരുന്ന കമ്പനിയിലെ ഉടമ ജയകുമാറിൻ്റെ വഞ്ചിച്ച് അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് ഉൾപ്പെടെ അവിടെ പിടിച്ചു വെക്കുകയായിരുന്നു അതായിരുന്നു സംഭവം. അപ്പോൾ ഈ 6 മാസം ഒരു ആഫ്രിക്കൻ സുഹൃത്തിൻ്റെ പരിമിതമായ സൗകര്യങ്ങളിലായിരുന്നു അദ്ദേഹം ജീവിച്ചു പോകുന്നത്. അതിനിടയിൽ മലേറിയ പിടിപെടുന്നു. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിട്ടത്. സുരേഷ് ഗോപി അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി ഇടപെട്ടതിന് ശേഷം അവിടെ സൗകര്യങ്ങളൊക്കെ ഏർപ്പാടാക്കി നൽകിയിരുന്നു. എങ്ങനെയായിരുന്നു? ഇപ്പോൾ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തു. ഭക്ഷണം ഒക്കെ ശരിയായിട്ടുണ്ട്. കഴിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. ഭക്ഷണം കഴിക്കാതെ കിടന്നത് കാരണം ഇപ്പോൾ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്.
അവിടെ വേണ്ട സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു നൽകി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി. സാറേ വേണ്ട സൗകര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആശ്വാസത്തിൻ്റെ കാര്യം തന്നെയാണ്, സന്തോഷമുണ്ട്. ശനിയാഴ്ച അദ്ദേഹം തിരികെ എത്തുകയാണ്. ശനിയാഴ്ച രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ജയകുമാർ തിരികെ എത്തും. ആശ്വാസത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ആ ദിവസങ്ങൾ ജയകുമാറിൻ്റെ വീട്ടിലേക്ക് തിരികെ മടങ്ങിയെത്തുകയാണ്. അതും സുരേഷ് ഗോപിയുടെ, കേന്ദ്രമന്ത്രിയുടെ അക്കരുതലിലാണ് എന്നുള്ളതാണ്. ശരി. കുടുംബം പറഞ്ഞതുപോലെ ഒരുപാട് വാതിലുകളിൽ മുട്ടി നോക്കി, പക്ഷെ ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ ആശ്വാസത്തിന്റെ കരം തന്നെയാണ് നീണ്ടത്. തീർച്ചയായും വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.